പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് സ്കൂപ്പിംഗ് ഔട്ട് ഫ്രം ദി സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതെല്ലാം എന്ത് മാനദണ്ഡത്തിലാണ് വളരെ റാൻഡമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രസമായി തോന്നി. അതല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൽ വളരെ സെറ്റാരിക്കലായിട്ട് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ഷാർപ്പ് ഇൻസൈസീവ് ആയിട്ടുള്ള ചില കമന്റ്സ്, പിന്നെ ചില തമാശ നിരീക്ഷണങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ചെയ്യും. ഭയങ്കര രസമുള്ള വെറുതെ ഇടുന്നതായിരിക്കും, പക്ഷെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കും അത്. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിൽ വളരെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഇതിൽ പലതും മനസ്സിലാവില്ല. അങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഏതാണ് നമ്മൾ അതിനനുസരിച്ച് അത് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ആന്റണി രാജുവിന്റെ അതെ ഏറ്റവും കാലിക പ്രാധാന്യമുള്ള സാധനമാണ്. ആമയിഴഞ്ചാൻ തോടിന്റെ 2ാം ഘട്ട നവീകരണ പ്രദേശങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനോടൊപ്പം സന്ദർശിച്ചു. വഞ്ചിയൂർ മുതൽ പാറ്റൂർ വരെയുള്ള 700 മീറ്റർ 24 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി. ഡേറ്റ് നോക്കണം, 5 ജനുവരി 2022. അതെ, 2 വർഷവും 2.5 വർഷം മുമ്പ്. എത്ര? 24 കോടി രൂപ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം ടൺ കണക്കിന് കോരിയെടുക്കുന്നത്. ഇത് ആരോപണമല്ല, ആക്ഷേപമല്ല. ബഹുമാനപ്പെട്ട ആക്ഷേപിച്ച കുഴപ്പമുണ്ടോ? കാരണം ഇത് നോക്കൂ, 24 കോടി രൂപ എവിടെ പോയി? വെള്ളത്തിൽ ഒലിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല, കാരണം വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്നത് പറയുന്നത് മാലിന്യമായിട്ട് കെട്ടിക്കിടക്കുന്ന 24 കോടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആന്റണി രാജുവിന്റെ ട്വീറ്റ് ആണ്. ഇനി അധികം നമ്മൾ പറയേണ്ട, പ്രേക്ഷകർ വിലയിരുത്തും. പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അടുത്ത ഒരു സ്കോപ്പ്. ഈ അടുത്ത കാലത്തുള്ളത് മാത്രമല്ല, ഈ മുമ്പ് ഇട്ടത് പലതും പല പ്രേക്ഷകരും തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. അതാണ് നമ്മൾ നിങ്ങളെ എല്ലാവരെയുമായി കാണിക്കുന്നത്. രാവിലെ സോഷ്യൽ മീഡിയ നോക്കാൻ സമയമില്ലാത്തവർക്കായിട്ട് ഞങ്ങളിങ്ങനെ ചിലത് തരാം സോഷ്യൽ സ്കൂപ്പിലൂടെ. ഇപ്പോൾ അടുത്തത് വരികയാണെങ്കിൽ അടുത്തത് കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഇതിങ്ങനെ ഓരോന്നായി നമുക്ക് രാവിലെ ഇത് പടവലമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, വാർത്ത അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ പടവലം കുട്ടൻ എന്നതിൽ കാണുന്നുള്ളൂ. പടവലം കുട്ടൻപിള്ളയാണ് അദ്ദേഹം സ്വയം വിളിക്കുന്നത്. നഗരത്തിൽ എയർ പൊല്യൂഷന് കാരണം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ആണെന്ന് നരകസഭ മേയർ. വിമാനങ്ങൾ പുറന്തള്ളുന്ന പുകയാണ് ഇതിന് കാരണമെന്നും 3 മാസം മുന്നേ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും മേയർ കൂട്ടിച്ചേർത്തു. കാര്യം മനസ്സിലായി. അല്ല, അതായത് റെയിൽവേക്കുള്ള കുത്തിന് പിന്നാലെ വന്ന ചില വളരെ നിഷ്കളങ്കമായ ഒരു കമന്റ്. സത്യാവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. വിമാനങ്ങൾ പുറന്തള്ളുന്ന പുകയാണ് എയർ പൊല്യൂഷൻ. തിരുവനന്തപുരത്തെ എയർ പൊല്യൂഷൻ കാരണമല്ല, തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാം പക്കയാണ്. നഗരസഭ അദ്ദേഹം നരകസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. കൃത്യമായ മറുപടികൾ എണ്ണി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നാലും ഇതാ ഞാൻ പറഞ്ഞത്, ആമയിഴഞ്ചാൻ തോടും അതിൽ റെയിൽവേയുടെ പങ്കും അറിയുന്നവർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ എന്നാലും ഇത് അറിയാവുന്ന ആളുകൾക്ക്, ഇപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾക്ക് മാത്രമല്ല, മറ്റ് ഈ വാർത്തകൾ ജനം ടി വിയിൽ കൂടെ തന്നെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും കാര്യം മനസ്സിലായി കാണും. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്നുള്ളത് കൃത്യമായ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് കൃത്യമായ മറുപടിയാണ് ഈ കാര്യത്തിൽ. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഒരുപക്ഷെ അടുത്ത സ്ലൈഡുകൾ കാണിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയം പോകുന്നു. കുറ്റം പറയുന്നത് പ്രൊഡ്യൂസറെ. ഓക്കെ, ഭൂദാനം, ഇത് സംബന്ധിച്ച വാർത്തയും വരുന്നുണ്ട്. ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി സേവാഭാരതി 3 ഏക്കർ 47 കുടുംബങ്ങൾക്ക് നൽകുന്നു. ഇത് കോട്ടയത്തു നിന്നുള്ളൊരു വാർത്തയാണ്. ഇത് ജന്മഭൂമിയുടെ ട്വീറ്റാണ്. ആ വാർത്ത സംബന്ധിച്ച ട്വീറ്റാണ്. ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റിൽ ഈ വാർത്തയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നത്. നമുക്ക് കൂടെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പല സോഷ്യൽ മീഡിയയിൽ നിന്ന് തപ്പിയെടുത്തതാണ്. ഓക്കെ, കൂത്തുപറമ്പിലെ ഒരു സഖാവായ രമേശിനെ സംഖ്യയാക്കി. കാരണം ഹിന്ദു ആയതുകൊണ്ട്. ഇത് ഭഗത്തിന്റെ ട്വീറ്റാണ്. ഭഗത്_BN. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് കേട്ടപ്പോൾ സവർണ നോർത്ത് സംഗീതം ആണെന്ന് കരുതി. എന്താണ് സംഗതി എന്ന് മനസ്സിലായല്ലോ അല്ലേ? അതിന് തൊട്ട് താഴെ കാവിക്കളസം ആണോ ചുവന്ന കോണകം ആണോ അഴിഞ്ഞു വീഴുക എന്ന് കണ്ടറിയാം. അതിന് താഴെയുള്ള മറ്റൊരു രാഹുൽ എസിന്റെ ട്വീറ്റ്, അതിന് റിപ്ലൈ ആയിട്ടാണ് ഭഗത് ഈ ഒബ്സർവേഷൻ ഇട്ടിരിക്കുന്നത്. ഇന്നലത്തെ ആ വിവാദമാണ്. അവാർഡ് ദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ രമേശ് നാരായൺ ഈ അവാർഡിന് തന്നെ അർഹനാക്കിയ ജയരാജനെ കൂടി വിളിച്ചെണീപ്പിച്ച് അടുത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലും കൂടി ഇത് കൊടുത്തു. അതിന് വന്ന വ്യാഖ്യാനം
അദ്ദേഹത്തിന് ആസിഫ് അലി എന്നൊരു ജൂനിയർ, പിന്നെ ഇനിയുള്ള ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, വ്യാഖ്യാനമാണ്. ഏതാ ഈ നരേറ്റീവ് സൃഷ്ടിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്, സോഷ്യൽ മീഡിയയിലുമുണ്ട്, മെയിൻ സ്ട്രീം എന്ന് അവകാശപ്പെടുന്ന മീഡിയയിലും ഒക്കെ ഉണ്ട്. അതായത് ഈ ആസിഫ് അലി എനിക്ക് സമ്മാനം തന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ആസിഫ് അലി ഇരിക്കാൻ പറഞ്ഞിട്ട് ജയരാജനെ വിളിച്ചിട്ട് ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനി ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കൈവിട്ടു പോകും. നമ്മൾ ഇത്ര അസഹിഷ്ണുക്കളാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കി കണ്ടോളൂ. അതിന്റെ ബാക്കിയാണ് ഈ വരുന്നത്. നാഷണൽ ഫിലിം അവാർഡ്സ് റോ അന്നത്തെ വാർത്തയാണ്. ഫഹദ് ഫാസിൽ ആൻഡ് പാർവതി റിട്ടേൺ ടു കേരള വിത്തൗട്ട് റിസീവിംഗ് ദ നാഷണൽ അവാർഡ്സ് ഫ്രം സ്മൃതി ഇറാനി. ഓർമ്മയുണ്ടല്ലോ അല്ലേ? സ്മൃതി ഇറാനി എന്നുള്ള മന്ത്രിയല്ല, അത് രാഷ്ട്രപതി കൊടുത്തില്ല. സ്മൃതി ഇറാനി കൊടുക്കാൻ പോയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് വേദി വിട്ടവർ. അതിന്റെ മുൻനിരയിൽ ആരുണ്ടായിരുന്നു എന്നുകൂടി കണ്ടിട്ട് വേണം രമേശ് നാരായണന് സംഘിപ്പട്ടം ചാർത്തി കൊടുക്കാൻ. അടുത്തത് കാണിക്കൂ. അന്ന് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് ഫഹദ് ഫാസിൽ അവാർഡ് വാങ്ങിയില്ല. അന്ന് നിങ്ങൾ ആരുടെ കൂടെ നിന്നു? ഫഹദിന്റെ കൂടെ. ഇന്ന് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും രമേശ് നാരായണൻ അവാർഡ് വാങ്ങിയില്ല എന്ന് പറയാൻ കഴിയില്ല, അതൊരു ആരോപണമാണ്. പക്ഷേ എങ്കിലും അത് ആരോപണത്തെയാണ് പറയുന്നത്. നിങ്ങൾ ആരുടെ കൂടെ നിന്നു? ആസിഫ് അലിയുടെ കൂടെ. പടത്തിൽ അന്നത്തെ രമേശ് നാരായണൻ, ആ പടം ഒന്ന് കാണട്ടെ. അവാർഡ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്ന അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. മിഥുൻ എന്ന ട്വിറ്റർ ഐഡിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അന്ന് സ്മൃതി ഇറാനി അവാർഡ് നൽകുന്നതിൽ പ്രതിഷേധിച്ച് അവിടം വിട്ടിറങ്ങിയ ഫഹദ് ഫാസിലിന്റെയും പാർവതി തെരുവോത്തിന്റെയും ഒരു വശത്ത് ഭാഗ്യലക്ഷ്മിയുണ്ട്. മുൻനിരയിൽ നിന്ന് മാധ്യമങ്ങളെ കാണുന്ന ആരാണ്? രമേശ് നാരായണൻ. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. സംഘി രമേശ് നാരായണൻ സ്മൃതി ഇറാനിയെ ബഹിഷ്കരിച്ചിറങ്ങി നിൽക്കുന്നു. ശരി, അടുത്ത് നോക്കാം. കം ടു തരൂരിന്റെ ട്വീറ്റ് ഒന്ന് വായിക്കൂ ആദ്യം. What's going on at Dhaka University? Please enlighten me. ശശി തരൂരിന്റെ വലിയ കൺസേൺ ആണ്. ധാക്ക സർവകലാശാലയിൽ എന്ത് സംഭവിക്കുന്നു? വെളിച്ചം വീശിയാലും ഇങ്ങ് വാ, മനസ്സിലാക്കി തരാം എന്ന് പച്ച മലയാളം. ഉണ്ണി പൊളിച്ചു. ഈ ട്വീറ്റുകളും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെയും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ തരുന്നത് ഈ വരികൾക്കിടയിലൂടെ വായിക്കുക. നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ പേർ തള്ളിവിടുന്നത് എന്താണോ അതാണ് സത്യം എന്ന് നമ്മൾ കരുതരുത്. ഇതുപോലുള്ള വായനകൾ ഇടയ്ക്കെങ്കിലും വരികൾക്കിടയിലൂടെ ഉണ്ടായാൽ മാത്രമേ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉന്തിവിടാൻ എളുപ്പമാണല്ലോ ഈ ഓരോ കാര്യങ്ങൾ. വളരെ ക്രിയേറ്റീവായിട്ട് കഴിഞ്ഞോ ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ്? ഇത് കാണണം. ഇതിന്റെ കമന്റ് ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ കമന്റിലേക്ക് പോകാം. അതിന് താഴത്തെ ആ ഫോട്ടോ ശ്രദ്ധിച്ചായിരുന്നു? അത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നത് കൊണ്ട് അത് കാണാൻ യെസ് ബ്രേക്കിംഗ് ന്യൂസ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ ഫോട്ടോയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ ചേച്ചി നമ്മൾ ശ്രദ്ധിക്കണം. ഇതെവിടെയാണെന്ന് ചിരിക്കാൻ പാടില്ലെങ്കിലും ജോയുടെ വീട്ടിൽ പോയി കണ്ണീർ പൊഴിച്ച മേരുടെയാണ്. അപ്പൊ ആ ചേച്ചിയോടാണ് ആ കമന്റ്. അത് നമ്മുടെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മേളിൽ ആ സ്ക്രീൻഷോട്ടിലെ കമന്റ് കാണാത്തതാണ്. ആ കമന്റ് ഇതാണ്: എങ്കിലും എങ്ങനെ ചിരിക്കാമോ സഖാവ് ചേച്ചി എന്ന്. ആ കണ്ണുനീർ കാണുന്നില്ല എന്നാണ്. ആ കണ്ണുനീരിന് അന്ന് ഒരുപാട് പരിഹാസം വന്നിട്ടുണ്ടായിരുന്നു റെയിൽവേയുടെ തലയിൽ വെച്ച്. അടുത്തത് വന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ട്വീറ്റ് ഇൻകോഷിയുടെയാണ് അല്ലേ? ഇൻകോഷിയുടെ ട്വീറ്റ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നാം ഭാഗം നിറയെ ജനാധിപത്യ മതനിരപേക്ഷതയാണ്. ഇനി രണ്ടാം ഭാഗവും അംഗീകരിക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. അക്കാദമിക് മാറ്റങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് ചത്താലും പുറത്തുവിടില്ല. കുട്ടികളുടെ തലയിൽ ഈ ചപ്പുചവറൊക്കെ കുത്തിക്കയറ്റി വരും തലമുറയെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയാലേ ഇനി പിണറായി സർക്കാരിന് ഉറക്കമുള്ളൂ. കുട്ടികളുടെ പുസ്തകം വായിച്ച് നോക്കി അവരെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താവണം? ഇത് വളരെ വിശദമായ ഒരു വാർത്തയിലേക്കുള്ളൊരു പോയിന്ററാണ് ഈ ഇൻകോഷിയുടെ ട്വീറ്റിൽ വന്നിരിക്കുന്നത്. അത് ബ്യൂറോയോടും പറയണം എന്താണ് ഇത് പുറത്തുവിടാൻ ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇനിയുണ്ടോ? കഴിഞ്ഞോ? ഇല്ല, മിസ്സിംഗ്. ഒരു പാവം മനുഷ്യൻ ഭരിക്കുന്നവരുടെ അനാസ്ഥ മൂലം ചീഞ്ഞു നാറുന്ന ചെളിക്കുണ്ടിൽ കിടന്ന് മരിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ. യുപിയിലോ ഗുജറാത്തിലോ കാക്കതൂറിയാൽ പോലും ഒരാഴ്ച ചർച്ച ചെയ്യുന്ന മലയാള മാധ്യമങ്ങൾ ആ വിഷയം മുക്കി. എന്നിട്ട്
ഏതോ സെലിബ്രിറ്റിയുടെ ഈഗോ ചർച്ച ചെയ്യുന്നു. ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും റെലവെന്റ് പോയിന്റ് ആണ്. കാര്യം ആ അജണ്ട എവിടെ? എന്താണ് ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്ത? സാമൂഹിക മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച എന്താണ്? അതും യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. അയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അതൊന്നുകൂടി കാണിക്കണം. കാര്യം ഇത് നമ്മൾ അടങ്ങുന്ന, ഞാനും വീണയും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഒരു പാവ മനുഷ്യൻ ജോയിയെ മറന്നു ഒറ്റ ദിവസം കൊണ്ട്. എന്തൊരു നെഞ്ചത്തടിയും നിലവിളിയുമായിരുന്നു. ജോയി ആളുകൾ മറന്നു പോകണമല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. ജോയി ആളുകൾ മറന്നു പോകണമല്ലോ. അതിനുവേണ്ടി കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമല്ലോ ചില ഇല്ലാ കഥകൾ. അതെ, അതാണ് അജണ്ട. അത് പോണം, ചർച്ചയിൽ നിന്നേ മായണം. ആ ജോയിയെ കൊന്നതാര് എന്നുള്ള എടുത്തിട്ട് കഴിഞ്ഞാൽ ആളുകൾ കയറി അങ്ങ് ചർച്ച ചെയ്തോളൂല്ലോ എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത്. അതിലൊന്ന് വീണ് പോകരുതേ പ്രിയ പ്രേക്ഷകരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളിത് നേരത്തെ ശ്രദ്ധിച്ച ആദ്യം കാണിച്ച ആ സോഷ്യൽ മീഡിയ സ്കൂപ്പുകളിൽ നിന്നാണ് ഇതും ഈ ഏറ്റവും ഒടുവിലെത്തതും ചേർത്ത് വായിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. കാരണം ഇത് എന്തിനാണ് ഇത്തരം ചർച്ചകൾ, അനാവശ്യ ചർച്ചകൾ ഉയർത്തി വിടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല ചർച്ചകളും മാധ്യമങ്ങൾ കാണാതെ ഇനി ഇതിൻ്റെ ഏറ്റുപിടിക്കുമെന്ന് ജനം ടി വി ആ കൂട്ടത്തിൽപ്പെടില്ല. ഇല്ല, ജോയിയെ കൊന്നതാര് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി കൊന്നതിന് ഉത്തരവാദികൾ ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നത് വരെ ഈ ക്യാമ്പയിൻ തുടരും. അത് കുടുംബങ്ങൾ ഉണ്ടാകാതിരിക്കും. ഇനിയൊരു ജോയ് ഉണ്ടാവരുത്. അത് റെയിൽവേ ക്ലീൻ ചെയ്തില്ല, റെയിൽവേയുടെ കരാർ തൊഴിലാളിയാണ് അവിടെ വീണത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ജീവന് കുറച്ച് വില കുറവായിരിക്കും അല്ലേ? റെയിൽവേയുടെ കരാർ തൊഴിലാളി, നഗരസഭയുടെ ശുചീകരണ തൊഴിലാളിയല്ല, റെയിൽവേയുടെ കരാർ തൊഴിലാളി. റെയിൽവേ പറഞ്ഞയച്ചപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നഗരസഭയില്, നമ്മുടെ നഗരത്തിന്റെ നടുക്കുകൂടി, നമ്മുടെ നെഞ്ചത്തുകൂടി ഒഴുകുന്ന ഈ മാലിന്യ തോട് ഒരു കാലത്ത് വള്ളം തുഴഞ്ഞ് നടന്നിരുന്ന ശുദ്ധജല കനാൽ. അപ്പൊ നേരത്തെ പറഞ്ഞ ആന്റണി രാജുവിന്റെ 24 കോടി എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായി. ഇതിന്റെ അടിയിൽ എവിടെയോ കിടപ്പുണ്ടാവും. അതല്ലെങ്കിൽ ഈ തോടിൽ നിന്ന് ഒരു തുരങ്കം എവിടേക്കോ പോയിട്ടുണ്ട്. ആ തുരങ്കത്തിലൂടെ പോയാൽ 24 കോടി നമുക്ക് ആർക്കും കാണാൻ കഴിയാത്ത ചില അടിയൊഴുക്കുകൾ ഉണ്ട്. അതിലൂടെ ഒഴുകുന്ന കോടികൾ മാത്രമാണ്, മാലിന്യമെല്ലാം മോളിൽ. അതെ. ഓക്കെ, അടുത്തത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, ഇന്ത്യൻ കോമ്പസ്. ഇത് ഇൻസ്റ്റയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് എ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് ഹബ്ബ്. ഇനി ആ കണക്കുകൾ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺസ് മാനുഫാക്ചേർഡ് 2014 മുതൽ 15 വരെ 5.8 കോടി യൂണിറ്റുകൾ. ഓക്കെ, അതിനൊപ്പം മൊബൈൽ ഫോൺസ് ഇമ്പോർട്ടഡ് അന്ന് 33 കോടി യൂണിറ്റുകൾ. ഇന്ത്യയിൽ 2014-15 എനിക്ക് തോന്നുന്നു 2014-15 ഇമ്പോർട്ട് ചെയ്തത് 21 കോടി യൂണിറ്റ്. 21 കോടി, ക്ഷമിക്കണം. 2023-24 ഇന്ത്യയിൽ നിർമ്മിച്ചത് 33 കോടി യൂണിറ്റ്. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ്. 14-15 ഇന്ത്യയിൽ നിർമ്മിച്ചത് 5.8 കോടി. ഓക്കെ, 23-24 ആയപ്പോൾ അത് 33 കോടി യൂണിറ്റ് ആയി. 2014-15 ഇമ്പോർട്ട് ചെയ്തിരുന്നത് 21 കോടി മൊബൈൽ ഫോണുകൾ. 2023-24 ഇമ്പോർട്ട് ചെയ്തത് 33-ൽ നിന്ന് 0.3 കുറഞ്ഞു, 30 ലക്ഷത്തിൽ. അപ്പോൾ ഇനി വിശദീകരിക്കണം. അപ്പൊ എന്താണ് ടെസ്റ്റിമണി ടു ദ സക്സസ് ഓഫ് മേക്ക് ഇൻ ഇന്ത്യ. ഇതുപോലെയുള്ള ഓരോ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴും, ഓരോ ഐഡിയകൾ മുന്നോട്ട് വെച്ചപ്പോഴും, ഓരോ ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചപ്പോഴും നമ്മുടെ നേരത്തെ പറയുന്ന ഈ ഇന്റലക്ച്വൽസ് എന്ന് അവകാശപ്പെടുന്ന എന്തോ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടുപിടിച്ച ആൾക്കാരോ വിശാരദന്മാരോ ഒക്കെ കൂടി പരിഹസിച്ചിരുന്നു തുടർച്ചയായി. ഏത് സ്വച്ഛ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഇതിനെല്ലാം ഇത് കണക്കാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയോട് കൂടി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകുന്നു, ഭാരതത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതിന്റെ സൂചകമായ ഈ ഇൻസ്റ്റാ പോസ്റ്റോട് കൂടി ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ് ഇവിടെ സമാപിക്കുന്നു. നാളെയും വളരെ ഗംഭീരമായ, ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന ട്വീറ്റുകൾ, പോസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു.